നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു ആഗ്രോ ട്രാവൽ. എൻ്റെ പേര് പ്രശാന്ത്. ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഒക്കലെന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളിവിടെ നേരത്തെ ഒരു സീഡിൻ്റെ ഫാം ഷൂട്ട് ചെയ്തിരുന്നു, കേരള സർക്കാരിൻ്റെ സീഡിൻ്റെ ഫാം. അതിനോട് അടുത്ത് തന്നെയാണ്. ശരിക്കും ഇത് കാലടിക്കും പെരുമ്പാവൂരിനും ഇടയ്ക്കാണ്. അപ്പം നമ്മൾ എപ്പോഴും കാണാറുണ്ട് വഴിയോരത്ത് ഒരുപാട് പ്ലാന്റ്സുകളും നമ്മൾ പോട്ടുകളും വിൽക്കുന്ന ഒരുപാട് കടകൾ. അതിൽ ഒരു കടയാണിത്. പക്ഷേ ഈ കടയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഒരു ബേക്കറി ആയിരുന്നു. അപ്പോൾ ബേക്കറി ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് അതിന് കൂടുതൽ സെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരതിനെ മാറ്റി ചിന്തിച്ചു. അപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടിയാണ് ഇവിടെ ഇത് ഈ പ്ലാന്റിൻ്റെയും പോട്ട്സിൻ്റെയും കട സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ പിന്നെ ഗപ്പീനെ ആവശ്യമുള്ളവർക്ക് സമീപിക്കാം. ഗപ്പി അവൈലബിൾ ആണ്, വെറൈറ്റി ഗപ്പികൾ അവൈലബിൾ ആണ്. പിന്നെ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും അവൈലബിൾ ആണ്. പിന്നെ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സ് ഉണ്ട്, നമ്മുടെ റംബുട്ടാൻ, പിന്നെ മാംഗസ്റ്റിൻ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കൊന്ന് ഉള്ളിൽ പോയി എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇടാറില്ല. നമുക്ക് കൂടുതൽ അഗ്രികൾച്ചറാണ് ഫോക്കസ് ചെയ്യണത് കൊണ്ട് അഗ്രികൾച്ചറിൻ്റെ ലിമിറ്റേഷൻസ് ഞാൻ നേരത്തെയും പറയാറുണ്ട്. നമുക്ക് ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിയാണ് ഓരോ വീഡിയോസ് എടുക്കാൻ പറ്റുന്നത്. ഞാനിതൊരു വെറുതെ ഒരു വ്ളോഗല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടെ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. നമുക്കൊന്ന് ഉള്ളിൽ പോയി കാണാം. ഓക്കെ, കാണാം. നമുക്ക് അപ്പോൾ ഇവിടെ ഓണറായിട്ട് ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചിയോടൊന്ന് കാര്യങ്ങളൊന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടുത്തെ ചേട്ടൻ ഇവിടെ ഇല്ല, എവിടെ പോയേക്കാണ്. അപ്പോൾ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ചേച്ചി. അപ്പോൾ എൻ്റെ പേര് പ്രശാന്ത്. ഞാൻ ആഗ്രോ ട്രാവൽ എന്ന് പറഞ്ഞ ചാനലിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഈ കട കണ്ടപ്പോൾ നമുക്കൊന്ന് കയറിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് പ്രേക്ഷകർക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എത്തിയിരുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ശരിക്കും ഒരു ബേക്കറിയിൽ നിന്നാണ് എഴുതി വെച്ചിരുന്നത്. ഇതിലേക്ക് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഇത് ബേക്കറി ആയിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ട് കൊറോണ കഴിഞ്ഞിട്ട് പിന്നെ ചിലവൊന്നും ഉണ്ടായില്ല, ആരും തന്നെ കയറിയില്ലായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുത്തു, എന്തായാലും ചെടിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അപ്പം ഇത് കുറച്ച് പോട്ടുകളൊക്കെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചിലവുണ്ടാവും എന്ന് വിചാരിച്ച് ഞങ്ങളതിന് ഫുഡുകളൊക്കെ നിർത്തിയിട്ട് മണ്ണുത്തി പോയിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി മണ്ണുത്തി പോയിട്ട് വെറൈറ്റി ചെടികളും പോട്ടുകളും എല്ലാം കൊണ്ടുവന്ന് ഞങ്ങളിവിടെ സെയിൽ തുടങ്ങിയപ്പോൾ നല്ല സെയിലായിരുന്നു. ലോക്ക്ഡൗണിൽ ഞങ്ങൾക്ക് 15,000 രൂപയുടെയൊക്കെ സെയിലുണ്ടായിരുന്നു, നല്ല സെയിലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ആയില്ല, അന്ന് ഇങ്ങനെ എങ്ങും ഉണ്ടായില്ല, ഞങ്ങളുടെ കടയിൽ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സെയിൽ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതിൽ ഈ കൂടുതലും പ്ലാന്റ്സും പിന്നെ ഗപ്പിയുണ്ട്. ഗപ്പിക്ക് ആൾക്കാർ കൂടുതൽ വരുന്നുണ്ടോ? ഗപ്പി ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുള്ളൂ.
കുറച്ച് ആളുകളൊക്കെ വരണ്ട്, കുഴപ്പമൊന്നുമില്ല. സെയിലുണ്ട്, അത്യാവശ്യം സെയിലൊക്കെ കിടക്കുന്നുണ്ട്. ഗപ്പിക്കായും കൂടുതൽ പോട്ടുകളും ചെടികളൊക്കെയാണ് ഞങ്ങൾക്ക് സെയിൽ കിടക്കുന്നത്. പക്ഷേ ഈ ഗപ്പിയുടെ റേറ്റ് അനുസരിച്ച് റേറ്റ് ഇത്തിരി വ്യത്യാസം, ഓരോന്നിനും ഓരോ ഇതുണ്ടല്ലേ, അപ്പം റേറ്റ് കൂടിയ ഗപ്പികൾ എടുക്കണ്ടോ? അങ്ങനത്തെയൊക്കെ ആൾക്കാർ ചോദിച്ച് വരണ്ട്. ഞങ്ങൾ എടുത്തിട്ടില്ല, കുറച്ചും കൂടി അക്വേറിയൊക്കെ പണിതിട്ട് ഞങ്ങൾ ഇച്ചിരി കുറച്ച് കൂടി ഗപ്പികളൊക്കെ കൊണ്ടുവന്നിടാന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ തീരെ കുറഞ്ഞ ഗപ്പികളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ കൂടുതലും കുറഞ്ഞ ഗപ്പികളാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്ലാൻസ് ശരിക്കും പറഞ്ഞാൽ മണ്ണൂത്തിൽ നിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വിശ്വാസത ഉണ്ടാവും. കാരണം മണ്ണൂത്തിൽ നിന്ന് നല്ല സാധനം കിട്ടുന്നത് നമുക്കറിയാം, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ പോയി മേടിക്കുന്നതാണ് മണ്ണൂത്തിയിൽ. അപ്പം ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവരാറ് കൂടുതലും? ഞങ്ങൾ കൂടുതൽ ഇലച്ചെടികളാണ് കൊണ്ടുവരാറ്. പൂച്ചെടികൾ ഇനിയിപ്പോൾ ഞങ്ങൾ നവംബർ ഡിസംബറൊക്കെ ആയിട്ട് കൊണ്ടുവരുള്ളൂ. റോസ്, പിന്നെ ബ്രൗൺവില്ല അല്ല അങ്ങനെയുള്ള ഇലച്ചെടി പൂച്ചെടികൾ ഞങ്ങൾ ഡിസംബറൊക്കെ ആയിട്ട് കൊണ്ടുവരുള്ളൂ. ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ്, മണ്ണൂത്തിൽ നിന്ന് തന്നെയാണ്? ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഞങ്ങൾ മണ്ണൂത്തിൽ നിന്ന് തന്നെ എടുക്കണേ. പോട്ടുകളും മണ്ണൂത്തിൽ നിന്ന് തന്നെ എടുക്കണേ. കൂടുതൽ ചേലാമറ്റം കമ്പനിയിൽ നിന്ന് എടുക്കും ഇൻഡോർ പോട്ടുകൾ. ഇപ്പം ഈ പ്ലാന്റ്സ് കൊണ്ടുവരുന്നതിൽ പിന്നെ നമ്മൾ കൃഷിക്ക് ആവശ്യമുള്ള ഇതുണ്ടല്ലോ അല്ലേ, പിന്നെ വിത്തുകൾ, വളങ്ങൾ എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ? എല്ലാ വളങ്ങളും ഉണ്ട്, വിത്തുകളും ഉണ്ട്. ഈ എന്തൊക്കെയാണ് പിന്നെ പുറത്തുനിന്നുള്ള എന്തൊക്കെയാണ് ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഇതുണ്ട്, റംബുട്ടാനും ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു? ഹോം റോങ്ങിൻ്റെ റംബുട്ടാനുണ്ട്, പിന്നെ മാതള നാരങ്ങയുണ്ട്, പിന്നെ മംഗുസ്തിനുണ്ട്, തായ്ലാൻഡ് പ്ലാവുണ്ട്, തായ്ലാൻഡ് മാവുണ്ട്, വിയറ്റ്നാം സൂപ്പർ പ്ലാവുണ്ട്, തേൻവരിക്കയുണ്ട്. അങ്ങനെ എല്ലാ പല വെറൈറ്റികളും ഉണ്ട്. ഇവിടെ ഒരു 20-25 ഐറ്റം ഗപ്പികളുണ്ട്. പേര് പറയുകയാണെങ്കിൽ പാണ്ടോറ ബ്ലൂ ഉണ്ട്, ബ്രസീലിയൻ റെഡ് ഉണ്ട്, റെഡ് ഡ്രാഗൺ ഉണ്ട്, ഫുൾ റെഡ്, ഫുൾ ഗോൾഡ്, ചില്ലി റെഡ്, പ്ലാറ്റിനം റെഡ്, ബ്ലാക്ക് ലേസ്, പിന്നെ വയലറ്റ് കോബ്ര, വയലറ്റ് ലേസ്, ജർമ്മൻ ഗപ്പി, പിന്നെ നല്ല ഇനം ഓസ്കാർ ഉണ്ട്, ബിഗീർ ഗപ്പി ഉണ്ട്. അങ്ങനെ പല വെറൈറ്റി ഗപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇത് ഫൈറ്ററുണ്ടല്ലേ? ഫൈറ്ററുണ്ട്. ഫൈറ്ററിനൊക്കെ ആൾ ഒരുപാട് വരുന്നുണ്ടോ? ഫൈറ്റർ ഏറ്റവും കൂടുതൽ ചില ഫൈറ്ററിനായിരിക്കും, കാരണം അത് സിംഗിളായിട്ട് വളർത്താൻ ബൗളിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണത്. പിന്നെ അത് മെയിലാണ് നല്ലത്, കാണാൻ ഭംഗി അതായിരിക്കും. ഫീമെയിലാവുമ്പോൾ വലിപ്പം ഉണ്ടാവില്ല, ചെറുതായിരിക്കും. മെയിലിനാണ് ഏറ്റവും കൂടുതൽ ചിലവ്. അത് നല്ല ഗ്ലാസ്സിൽ വെച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും, അതിന് കൂടുതൽ ചിലവൊക്കെ ഉണ്ട്. ഈ പോട്ട്സ് എങ്ങനെയാണ്? എത്ര എങ്ങനത്തെ തരം പോട്ട്സാണ്? പ്ലാസ്റ്റിക്സ് ആണോ അതോ? സെറാമിക്കും ഉണ്ട്, പ്ലാസ്റ്റിക്കും ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ പോണത് ഇൻഡോർ പ്ലാന്റ്സിനുള്ള പോട്ട്സുകളാണ് ഏറ്റവും കൂടുതൽ. പോട്ടാണ് ഏറ്റവും കൂടുതൽ പോണത്. പിന്നെ ഇൻഡോറിൽ തന്നെ വെക്കുന്നത് ഹാങ്ങിങ് പോട്ടുകളുണ്ട്. ഇവിടെ എല്ലാത്തിൻ്റെ എല്ലാ ഗപ്പിയുടെ റേറ്റുകളും എല്ലാം ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓർഡർ അനുസരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഫിൽറ്ററൊക്കെയാ? ഫിൽറ്റർ എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മുടെ അടുത്തുണ്ട്, എല്ലാ സാധനവും എല്ലാം കൂടി കൊടുക്കും. ഫിൽറ്ററിന് എന്താ വില? ഫിൽറ്റർ 120 തുടങ്ങി 260 രൂപ വരെയുള്ള റേഞ്ചിലുള്ള ഇതുണ്ട്. അത് ഓരോ മോഡലും ഇതനുസരിച്ചിട്ടാണ് അതിൻ്റെ വില പറയുന്നത്. അപ്പോൾ ഈ അക്വേറിയം കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വല്ലതും ഉണ്ടാവും? എന്തെങ്കിലും നോർമൽ അക്വേറിയം അതിൻ്റെ സൈസ് അനുസരിച്ച്? സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 അടി നീളവും 1 അടി പൊക്കവും ഒരു 9 ഇഞ്ച് വീതിയുള്ളതൊക്കെ 400 രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. താങ്ക് യു ചേട്ടാ, ഇത്ര നേരം എന്നോട് പങ്കുവച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു. അപ്പോൾ ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കാനും ഇതിന് ഒരു പരസ്യം ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾ നല്ലൊരു മനസ്സ് കാണിച്ചതിന് പ്രത്യേകം അഭിനന്ദനങ്ങളുണ്ട്. അഗ്രോ ട്രാവലറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇത്ര നാൾ കുറേ ഗ്യാപ്പോട് കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.